പത്തനംതിട്ട റാന്നി കീക്കൊഴൂരിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിക്ക് 25 വർഷം കഠിന തടവും 3.5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 27 വയസ്സുകാരിയായ രഞ്ജിതയെ കൊലപ്പെടുത്തിയ അതുൽ സത്യനെയാണ് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പ്രതിക്കൊപ്പം താമസിച്ചിരുന്ന രഞ്ജിതയെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 2023 ജൂൺ 24-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. നിരവധി കേസുകളിൽ പ്രതിയായ അതുൽ സത്യന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ രഞ്ജിതയും മക്കളും സ്വന്തം വീട്ടിലേക്ക് പോയി. അതുലിനെതിരെ രഞ്ജിതയും മാതാപിതാക്കളും റാന്നി പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ കീക്കൊഴൂരിലെ വീട്ടിൽ അതിക്രമിച്ചു കയറി വടിവാളുകൊണ്ട് രഞ്ജിതയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അതുൽ സത്യൻ. തടയാനെത്തിയ രഞ്ജിതയുടെ അച്ഛനെയും അമ്മയെയും അനുജത്തിയെയും പ്രതി മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് സമഗ്രമായ അന്വേഷണത്തിലൂടെ പിടികൂടി അറസ്റ്റ് ചെയ്തു. അതുൽ സത്യൻ കാപ്പ കേസിൽ പ്രതിയാണ്. രഞ്ജിതയെ കൊലപ്പെടുത്തിയ കേസിൽ വൈകാതെ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. വിചാരണ കാലയളവിൽ പ്രതിക്ക് ജാമ്യം നൽകാതെയും പോലീസ് വലയം തീർത്തു. 2 വർഷങ്ങൾക്കിപ്പുറം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പ്രതിക്ക് 25 വർഷം കഠിന തടവും 3,55,000 രൂപ പിഴയും പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു. മൊത്തം ജീവപര്യന്തം കഠിന തടവും 24 വർഷം മറ്റു വകുപ്പുകളിലായി കഠിന തടവിനുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് സെപ്പറേറ്റായി ശിക്ഷ പ്രതി അനുഭവിക്കണം. അതോടൊപ്പം തന്നെ 3.5 ലക്ഷം രൂപയും മരിച്ചുപോയ രഞ്ജിതയുടെ കുട്ടികൾക്ക് കൊടുക്കാനായി കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പിഴത്തുക കൊല്ലപ്പെട്ട രഞ്ജിതയുടെ മക്കൾക്ക് നൽകണം. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ടായിരുന്നു പ്രതി അതുൽ സത്യൻ രഞ്ജിതയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. മീഡിയ 1 പത്തനംതിട്ട.